ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് അടുക്കള. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു സൗത്ത് കൊറിയൻ സ്പെഷ്യലായ ഡാൽഗോണ കോഫിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല തിക്കും ക്രീമിയും ആയിട്ടുള്ളൊരു കോഫിയാണിത്. ഇതിന് ഡാൽഗോണ കോഫി എന്ന് കൂടാതെ വിപ്ഡ് കോഫി, ഫ്രോത്തി കോഫി എന്നുകൂടി പറയാറുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോഫി കൂടിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കോഫി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. നെസ്കഫയാണ് എടുത്തേക്കുന്നത്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യമുണ്ട്. ഇനി ഇതേ സെയിം അളവിൽ തന്നെ 3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം എടുക്കണം. ഇത് മൂന്നും എപ്പോഴും സെയിം റേഷ്യോയിൽ തന്നെ ആയിരിക്കണം. ഈ കോഫി ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കോഫി പൗഡറും പഞ്ചസാരയും ചൂടുവെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നല്ല ക്രീമി ആയിട്ട് വരണം. ഇപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഇതൊന്ന് അടിച്ചെടുത്താലും മതി. ഞാൻ മീഡിയം സ്പീഡിലിട്ടാണിത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. കോഫി പൗഡർ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റ് ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഈ കോഫി സെറ്റ് ചെയ്യാം. ഇത് ഹോട്ട് കോഫിയും കോൾഡ് കോഫിയും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യത്തെ ഗ്ലാസ്സിലേക്ക് നല്ല ചൂടുള്ള പാല് 1/4 ഭാഗം വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കോഫിയുടെ ക്രീം ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ ഗ്ലാസ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാല് 1/4 ഭാഗം വരെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ആ കോഫിയുടെ ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. ക്രീം നമുക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. ഡാൽഗോണ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ അതിന് പകരം മിക്സി ഉപയോഗിച്ചാലും മതി. പിന്നെ ഇത് നമ്മൾ കുടിക്കാൻ നേരത്തത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം കുടിക്കാൻ. നല്ല ക്രീമി ആയിട്ടാണ് ഇതിരിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.